ഹലോ. അപ്പൊ ഞാൻ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാറില്ല എന്നുള്ളത് എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കമന്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മെസ്സേജുകൾക്ക് വീഡിയോയിലൂടെ റിപ്ലൈ ചെയ്യാം. അപ്പൊ അത് കുറച്ച് അധികം ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ് ആണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബ്രോ നഴ്സിംഗ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണോ എന്നാണ്. അപ്പൊ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നഴ്സിംഗ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ യൂണിയൻസിനും ഒരു ചെറിയ ഫീസ് മന്ത്ലി നമ്മൾ അടക്കേണ്ടി വരും. പക്ഷെ ഒരിക്കലും ആ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂണിയനിൽ ചേരാതിരിക്കരുത്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം ഫോർ വീക്സ് മെമ്പർഷിപ്പ് എങ്കിലും അവരുടെ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അധിക യൂണിയൻസും സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ ചെന്ന് പെട്ടതിന് ശേഷം മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തോളണമെന്നില്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായേക്കാവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലേ. നമ്മൾ വർക്ക് റിലേറ്റഡ് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാൻ ഉള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊളീഗ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ ബുള്ളിങ്ങും ഹരാസ്മെന്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പേഷ്യന്റ് കെയറിൽ മിസ്റ്റേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലുള്ള വ്യത്യസ്തമായ റീസൺസ് കാരണം ചിലപ്പോൾ നമ്മുടെ ജോബ് തന്നെ റിസ്കിലാവുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥ വരുമ്പോഴേക്ക് നമുക്ക് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള നഴ്സിംഗ് യൂണിയൻസ് ആണ്. അപ്പൊ നമുക്ക് യു കെയിലാണെങ്കിൽ RCN, യൂണിസൺ തുടങ്ങിയ കുറേ നഴ്സിംഗ് യൂണിയൻസ് ഉണ്ട്. ഈ RCN, യൂണിസണും മാത്രമല്ല വേറെ ഒരുപാട് യൂണിയൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് യൂണിയൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അവർ ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്, എത്ര ഫീ മന്ത്ലി വരുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും ഒരു യൂണിയനിൽ ജോയിൻ ചെയ്യുക. വേറെ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല വേറെ ഏതൊക്കെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന യൂണിയൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അയർലൻഡിലാണെങ്കിൽ INMO പോലുള്ള യൂണിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ യൂണിയൻസിൽ എന്തായാലും ഒരു മെമ്പർഷിപ്പ് എടുക്കുക. നമ്മളൊരു ട്രബിളിൽ പോയി പെട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ എന്തായാലും ഒരു മെമ്പർഷിപ്പ് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓരോ യൂണിയൻസും തരുന്ന സർവീസസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ലീഗൽ അഡ്വൈസ്, സോളിസിറ്ററിന്റെ ഹെൽപ്പ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, നമ്മുടെ CPDസിനുള്ള സപ്പോർട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ സർവീസ് അവർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. എന്നിട്ട് യൂണിയനിൽ ഇനിയും മെമ്പർഷിപ്പ് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും എന്തായാലും യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക.